എല്ലാവരും ഒരു പുതിയ ഒരു ഉണർവിലേക്ക് ഇതുവഴി വരുവാനായിട്ട് സാധിച്ചെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജോജോ അച്ഛനും ടീമിനും പ്രത്യേകമായി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇനിയും ഇങ്ങനെയുള്ള നവീകരണ ധ്യാനങ്ങൾ ഞങ്ങൾ പ്രത്യേകം എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. കാരണം ഈ ആധുനിക ലോകത്തിൻ്റെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കിടക്കുന്ന ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള നവീകരണ ധ്യാനങ്ങൾ കൂടുതൽ ആവശ്യമാണ്. അതിനായി ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ ധ്യാനം സംഘടിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ ഞങ്ങളുടെ വികാരി അച്ഛനും ധ്യാനം നയിച്ച ജോജോ അച്ഛനും ടീമിനും പ്രത്യേകമായി നന്ദി പറയുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയിരിക്കുന്ന 1-ാം ലേഖനം 12-ാം അധ്യായം. ഓർക്കാൻ എളുപ്പമാണ്. അപ്പോസ്തലന്മാർ എത്രയുണ്ട്? 12. ആ 12 ഓർക്കുമോ? 1 കൊറിന്തോസ് എത്രാം അധ്യായം? 12-ാം അധ്യായം. 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. നമ്മളെല്ലാവരും എത്ര പേര്? എത്ര പേര്? എല്ലാവരും തുറക്കെ പറഞ്ഞു. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. ആണോ? എത്ര പേര് ജ്ഞാനസ്നാനമേറ്റവരുണ്ട്? നമ്മളെല്ലാവരും എത്ര ആത്മാവിൽ? 100 ഒരാത്മാവേ ഉള്ളൂ അല്ലേ? ഒരാത്മാവേ ഉള്ളൂ, ഒരു കർത്താവേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറയുകയാണ്, നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ യേശു ക്രിസ്തുവിന്റെ ഏക ശരീരമാകാൻ എന്തേറ്റു? ജ്ഞാനസ്നാനമേറ്റു. ഇവിടെ ഈ ധ്യാന ദിവസങ്ങളിൽ ജ്ഞാനസ്നാന വ്രത നവീകരണം നടത്തിയെന്ന് അച്ഛൻ പറയുകയുണ്ടായി. നടത്തിയോ ഇല്ലയോ? ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ആരായി തീർന്നെന്നാണ്? ക്രിസ്തുവിന്റെ ഏക ശരീരത്തിലെ അവയവങ്ങളായി തീർന്നു. 27-ാമത്തെ വാക്യം 1 കൊറിന്തോസ് 12:27 പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. അത്രയും മനസ്സിലായോ? ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഇത് ഹൃദയത്തിന്റെ ഭിത്തികളിൽ എഴുതിയിട്ടിട്ട് പോണം. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ ഏക രക്ഷകനാണ്. അവിടുന്നാകുന്ന സത്യം നമ്മളെല്ലാവരും ചേർന്നതാണ്. നമ്മളെല്ലാവരും അവിടുത്തെ ഒരൊറ്റ ശരീരമായി തീർന്നിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. നിങ്ങളുടെ മൂക്കിൽ എപ്പോഴെങ്കിലും ഉറുമ്പ് കയറിയിട്ടുണ്ടോ? ഇരുന്ന് ചിരിക്കുന്നോ? ഉറുമ്പ് കയറിയിട്ടുണ്ടോ? കയറാൻ സമ്മതിക്കുമോ? ആര്? നിങ്ങൾ ഉറക്കത്തിൽ കിടക്കുക. ദൈവം സമ്മതിക്കില്ല. മിടുക്കി ഒരു കൈയടി കൊടുത്താൽ കൊച്ചു പിടിക്കുക. ദൈവം സമ്മതിക്കില്ല. കാരണം അവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട്, കാവല. നമ്മുടെ മൂക്കിൽ കുറെ കാവൽക്കാരുണ്ട്. കൊച്ചു രോമങ്ങളുണ്ട് അല്ലേ? ഉണ്ടോ ഇല്ലേ? ഒരു ചകിരിനാരി ഇങ്ങനെ ഇട്ട് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് കടക്കരുതാത്തവൻ കയറിയിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഏതെങ്കിലും ഒരു ഉറുമ്പോ ഒരു പ്രാണിയോ അകത്തേക്ക് കയറിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വിവരം കൊടുക്കും. ആർക്ക്? തലച്ചോറിനല്ലേ വിവരം കൊടുക്കും. എന്തെന്നാണ്? കടക്കരുതാത്ത ആരോ മൂക്കിൽ കയറിയിട്ടുണ്ട്, വേഗം പണി ചെയ്യേണ്ടത് ചെയ്തുകൊള്ളണം. എന്താണ്? ഈ റാഡർ എന്ന് പറയുന്നൊരു റഡാർ അല്ലേ എന്ന് പറയും അല്ലേ? അത് ഏതെങ്കിലും ആ പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ റാഡർ ഉണ്ടാവും. റഡാർ അത് ഇങ്ങനെ അതിന്റെ പണി എന്താണെന്നറിയാമോ? കടക്കരുതാത്തതെങ്കിലും ആ പ്രദേശത്ത് കടന്നു കഴിഞ്ഞാൽ വിവരം കൊടുക്കും. എവിടെ? സെൻട്രൽ ഓഫീസിലേക്ക്, സെൻട്രൽ സിസ്റ്റത്തിലേക്ക് വിവരം കൊടുക്കും. അപ്പോൾ നടപടി എടുക്കേണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കണം. പക്ഷെ ഈ വിവരം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമായി പുള്ളി നിർവഹിച്ചുകൊണ്ടേയിരിക്കും. നിസ്സാരമായി നമ്മൾ കാണുന്ന ഈ ശരീരത്തിലെ അവയവത്തെ
ഈ ശരീരത്തിന്റെ മുഴുവന്റെയും സുരക്ഷിതമായ വളർച്ചയ്ക്കും നിലനിൽപ്പിനും വേണ്ടി ഒരു ദൗത്യം നിർവഹിക്കാനാണ് ഈ ശരീരത്തിലെ ഏറ്റവും നിസ്സാരമായി നമ്മൾ പോലും കരുതുന്ന ഈ ചെറിയ ഒരു രോമം അവിടെ വെച്ചിരിക്കുന്നത്. അതിനൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്. എന്ത് നിർവഹിക്കാനുണ്ട്? ഒരു ദൗത്യം. എന്തിനു വേണ്ടി? ശരീരത്തിന്റെ മുഴുവന്റെയും സുരക്ഷിതമായ വളർച്ചയും നിലനിൽപ്പും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ദൈവം തമ്പുരാൻ സ്രഷ്ടാവ് അവിടെ വെച്ചിരിക്കുന്നതാണ്. അത് പറിച്ചു കളയേണ്ടതല്ല. ഇനി അത് പറിച്ചു മാറ്റി പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ശരീരത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശരീരത്തിലെ ഏറ്റവും നിസ്സാരമായ അവയവമെന്ന് ആരെങ്കിലും ഈ ലോകത്തിൽ കരുതുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ ശരീരത്തിലെ ഏറ്റവും നിസ്സാരമായ അവയവമാണ് ഞാനെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, അവനും അവൾക്കും കൂടി ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട്. എന്തിനു വേണ്ടി? ഈ സമൂഹമാകുന്ന ക്രിസ്തുവിന്റെ ശരീരം സമഗ്രമായി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വളരുന്നതിനും നിലനിൽക്കുന്നതിനും സംരക്ഷിക്കപ്പെടുന്നതിനും ഒരു ദൗത്യം നിർവഹിക്കാൻ എന്നെ കർത്താവ് ജ്ഞാനസ്നാനത്തിലൂടെ അവിടുന്നിലൂടെ ഞാൻ വീണ്ടും ജനിക്കുക വഴി, ക്രിസ്തുവിൽ ഞാൻ നവജന്മം പ്രാപിക്കുക വഴി, ആ ജന്മത്തിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന, ക്രിസ്തു എനിക്ക് നൽകിയിരിക്കുന്ന ജന്മ അവകാശമാണ്. ഞാൻ ഏറ്റവും നിസ്സാരമായ ഒരു അവയവമാണെന്ന് ഞാൻ കരുതുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ഈ സമൂഹത്തെ മുഴുവനെയും അതിന്റെ സമഗ്രതയിൽ വളർത്തി സംരക്ഷിച്ച് പരിപാലിക്കുന്നതിന് വേണ്ടി ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണെന്നുള്ളൊരു അവബോധം. ആ അവബോധമില്ലാതെ ഈ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് പോയി കൂടാ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിന്ന് ഒരു ആത്മീയ യാത്ര ആരംഭിക്കുകയായിരുന്നു. പോപ്പുലർ മിഷൻ എന്ന ആത്മീയ യാത്ര. ആ യാത്ര 5 ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് നമ്മൾ വീണ്ടും ഇവിടെ ഈ ദേവാലയങ്കണത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് നമ്മളെല്ലാവരുമായിരിക്കുന്നത്. അന്ന് ഞായറാഴ്ച നിങ്ങളെ ഞാൻ കണ്ട് മടങ്ങിപ്പോയി. ഇന്ന് വീണ്ടും വന്ന് നിങ്ങളെ കാണുമ്പോൾ സന്തോഷം നിറഞ്ഞ നിങ്ങളുടെ മുഖം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ അനുഗ്രഹദായകമായിരുന്നു. ഈ ദിവസങ്ങൾ ഫലദായകമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയോ നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-11 വചനങ്ങൾ പറയുന്നത് പോലെ, മഴ പോലെ മഞ്ഞുപോലെ ദൈവത്തിന്റെ വചനം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ പതിക്കും. അത് ഫലം തരാതെ തിരിച്ചു പോവുകയില്ല. എത്ര അന്വർത്ഥമായിരിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഈ പൂങ്കാവ് ഇടവകയുടെ എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തിന്റെ വചനം മഞ്ഞുപോലെ മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നിങ്ങളുടെ ഹൃദയങ്ങളെ നനയ്ക്കുകയായിരുന്നു, തണുപ്പിക്കുകയായിരുന്നു. ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വലിയ സന്തോഷം നിങ്ങളുടെ മുഖത്ത് കാണുന്നത്. അന്ന് വിശുദ്ധ ബലിയുടെ സമയത്ത് ഞങ്ങളുടെ ധ്യാന ഗുരുക്കന്മാരിൽ ജിസ്മോനച്ചനാണ് വചന സന്ദേശം പങ്കുവച്ചത്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ വചനങ്ങളിൽ സക്കേവൂസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു, ഈശോയെ കാണാൻ അന്വേഷിച്ച് നടന്ന് അവസാനം ഈശോയെ കണ്ടെത്തിയ ഒരു മനുഷ്യൻ, അതായിരുന്നു സക്കേവൂസ്. ആ സക്കേവൂസിന്റെ സംഭവം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈശോയെ അന്വേഷിച്ചിറങ്ങാമെന്ന് അച്ഛൻ ആഹ്വാനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, സക്കേവൂസിന്റെ ആ കഥയിൽ ഈശോ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നുകൂടി കൊണ്ടുവന്നുകൊണ്ട് അന്ന് നമ്മൾ തുടങ്ങി വെച്ച ആത്മീയ യാത്രയുടെ ആരംഭത്തിൽ കേട്ട വചനം ഇന്ന് നമ്മൾ അവസാനത്തേക്ക് കടക്കുമ്പോൾ അത് വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വെച്ചു തരികയാണ്. ഈശോ സക്കേവൂസിനോട് പറഞ്ഞു, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു.
മറ്റാരോടും പറയാത്ത ഒരു കാര്യമാണ് ഈശോ സക്കേവൂസിനോട് പറഞ്ഞത്. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിലേക്ക് വരണം. സാധാരണ ഈശോ പറയും, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സമാധാനത്തിൽ പോവുക എന്നൊക്കെയാണ്. പക്ഷെ അന്ന് പറഞ്ഞത്, സക്കേവൂസിനോട് മാത്രം പറഞ്ഞത്, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ സക്കേവൂസ് എന്തുകൊണ്ടോ വീട്ടിൽ നിന്ന് അകന്നു പോയിരുന്നു, തന്റെ ജീവിത പങ്കാളിയിൽ നിന്ന് അകന്നു പോയിരുന്നു, മക്കളിൽ നിന്ന് അകന്നു പോയിരുന്നു, വീട്ടിലെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റാതെ പോയിരുന്നു, വീട്ടിൽ പ്രിയപ്പെട്ടവരോടൊന്നിച്ചുള്ള സന്തോഷം അനുഭവിക്കാൻ പറ്റാതെ പോയിരുന്നു. അതായിരുന്നു അവന്റെ സങ്കടം, അതായിരുന്നു അവന്റെ വേദന. അതുകൊണ്ട് ഈശോ പറയുകയാണ്, ഇന്ന് എനിക്ക് നിന്നോടൊപ്പം നിന്റെ വീട്ടിലേക്ക് വരണം, നീയും തിരിച്ചു വരണം നിന്റെ വീട്ടിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ പ്രിയപ്പെട്ടവരിലേക്ക്, നീ മറന്നുപോയവരിലേക്ക്, നിന്റെ ജീവിത പങ്കാളിയിലേക്ക്, നിന്റെ മക്കളിലേക്ക് തിരിച്ചു വരണം. പ്രിയപ്പെട്ടവരെ, സക്കേവൂസിനോടൊപ്പം ഈശോയും ചെന്നു. ഈ ദിവസങ്ങളിലും സംഭവിച്ചത് അത് തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. നിങ്ങളോടൊപ്പം, നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം ഈശോ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അകന്നിരുന്നിരിക്കാം ബന്ധങ്ങൾ, ജീവിത പങ്കാളിയുമായ ബന്ധങ്ങൾ, മക്കളുമായുള്ള ബന്ധങ്ങൾ, പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധങ്ങളൊക്കെ അകന്നു പോയിരുന്നിരിക്കാം. നിങ്ങൾ വീട്ടിൽ തന്നെയുണ്ട്, പക്ഷേ മനസ്സുകൊണ്ട് അകന്നു, ഹൃദയം കൊണ്ട് അകന്നു. ഈശോ തിരിച്ചു വിളിച്ചു, വരണം നീ എന്നോടുകൂടെ ഈ കുടുംബത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആ തിരിച്ചു വന്നതിന്റെ സന്തോഷമാണ് നിങ്ങളും അനുഭവിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോ നിങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു, ആ വീട്ടിലെ സന്തോഷത്തിലേക്ക്, സ്നേഹത്തിലേക്ക് വിളിച്ചു. നിങ്ങൾ തിരിച്ചു വന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒന്ന് ചേർന്ന് പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സന്തോഷം നിങ്ങൾക്ക് എന്നും മനസ്സിലുണ്ടാകട്ടെ. വീട്ടിലേക്ക് തിരിച്ചു വന്നതിന്റെ സന്തോഷം, ദൈവം നൽകിയ സന്തോഷം അനുഭവിച്ചുകൊണ്ട്, സന്തോഷം അനുഭവിച്ച്, സ്നേഹം അനുഭവിച്ച്, രക്ഷ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന പൂങ്കാവ് ഇടവക ജനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ദൈവത്തിന് സ്തുതി. ആരാധനയ്ക്ക് യോഗ്യരേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥന്, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന പോലെ വിശുദ്ധ കുർബാനയിൽ സജീവനായ സന്നിഹിതനായിരിക്കുന്ന തിരുവോസ്തുവിലെ യേശുവിനെ നോക്കുക. അവനെ നോക്കിയവർ പ്രകാശിതരായി. നമ്മളുടെ പഴയകാല ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ ദുഃഖങ്ങൾ, നിരാശ, വേദന, കഷ്ടതകൾ. എന്നാൽ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കുന്നു. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ. നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച്, മറ്റുള്ളവരോട് ക്ഷമിച്ച്, ദൈവത്തോടും ക്ഷമ ചോദിച്ച് തീക്ഷ്ണമായി ദാഹിക്കുകയാണ്. യേശു പറഞ്ഞു, ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷികൾ കണ്ടെത്തും, മുട്ടുവൻ തുറന്നു കിട്ടും. ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും. എന്താണ് ചോദിക്കേണ്ടത്? പരിശുദ്ധാത്മാവിനെ ചോദിക്കുക, അന്വേഷിക്കുക, ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക.
ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. നീ മുട്ടുക. എവിടെ മുട്ടണം? യേശുവിൻ്റെ ഹൃദയ കവാടത്തിൽ മുട്ടുക. നിനക്ക് വേണ്ടി തുറന്നു തരും. ഈ നിമിഷം തമ്പുരാന്റെ തിരുസന്നിധിയിൽ കൂപ്പുകരങ്ങളോട് കാത്തു പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി അതിൻ്റെ അവസാന നിമിഷങ്ങൾ നമ്മൾ എത്തി നിൽക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സൃഷ്ടപ്രപഞ്ചത്തിൽ സംഭവിച്ച പോലെ സംഭവിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു. ആഴിക്ക് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ഭൂമിയുടെ ലക്ഷണങ്ങൾ രൂപരഹിതമായിരുന്നു. അന്ധകാര നിമിടമായിരുന്നു, ശൂന്യമായിരുന്നു. ഈ ശൂന്യതയിലേക്ക്, അന്ധകാരത്തിലേക്ക്, രൂപമില്ലായ്മയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. The spirit of the Lord was hovering over the waters. ദൈവത്തിന്റെ ചൈതന്യം ആഴിക്ക് മുകളിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ചൈതന്യം, ദൈവത്തിന്റെ കാറ്റ് വീശിയെന്ന്. പ്രിയമുള്ളവരെ, ഈ നിമിഷത്തിൽ ഈ കാറ്റ് വീശാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രൂപരഹിതമായ ഭൂമിക്ക് മുകളിൽ കാറ്റ് വീശിയപ്പോൾ രൂപപൂർണമായി തീർന്നു. ശൂന്യമായി ഭൂമിക്ക് മുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാറ്റ് വീശിയപ്പോൾ അത് നിറവുണ്ടായി. അന്ധകാര നിബിഡമായിരുന്നിടത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കാറ്റ് വീശിയപ്പോൾ പ്രകാശപൂരിതമായി തീർന്നു. ഇപ്രകാരം നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ജീവിതം അന്ധകാരം നിറഞ്ഞതാണ്, പ്രകാശമില്ലാത്തതാണ്, നിരാശയിലാണ്, ശൂന്യതയിലാണ്, കടങ്ങളിലാണ്, കക്ഷതയിലാണ്, സ്നേഹരാഹിത്യത്തിൽ നീ വിഷമിക്കുന്നവളാണ് എങ്കിൽ സഹോദര സഹോദരി, ഈ സമയം വലതുകരം ഉയർത്തിപ്പിടിക്കുക, പ്രാർത്ഥിക്കുക. വലതുകരം ഉയർത്തിപ്പിടിക്കുക, പ്രാർത്ഥിക്കുക. ഈ സൃഷ്ട പ്രപഞ്ചത്തിന് മേൽ ആദ്യ സൃഷ്ടിയിൽ അന്ന് വീശിയടിച്ച കാറ്റ് ഈ നിമിഷം നിങ്ങളുടെ മേൽ ഇതാ വീശിയടിക്കാൻ പോകുന്നു. ഈ കാറ്റ് വീശാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ കാറ്റ് വീശുമ്പോൾ നിങ്ങളുടെ ശൂന്യത മാറുന്നു, നിരാശ മാറുന്നു, ദുഃഖം മാറുന്നു, അന്ധകാരം മാറിയിട്ട് പ്രകാശപൂരിതമാകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കാറ്റ് വീശുവാൻ വേണ്ടി ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് മുമ്പേ തന്നിഷ്ടപ്രകാരം ഈജിപ്തുകാരനെ ഇടിച്ചു കൊന്ന് മണലിൽ കുഴിച്ചു വെച്ച വിവരം ഫറവോ അറിയുമോ എന്ന് കേട്ട് പേടിച്ച് നടുങ്ങി നാടുവിട്ടു പോയവനാണ് മോശ. അങ്ങനെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേച്ച് മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് കടന്നു പോകുന്ന മോശയെ ദൈവമായ കർത്താവ് മലയ്ക്ക് തീ കൊളുത്തി മരം കത്തിച്ച് അഗ്നി ഇറക്കി അഭിഷേകം ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം നമ്മൾ വായിച്ചു പോകുമ്പോൾ തൻ്റെ ജനത്തെ നയിക്കുവാൻ വേണ്ടി പടനായകനാകുവാൻ ദൈവം മോശയെ അഭിഷേകം ചെയ്യുന്നത് ഒരു തീപ്പൊരി കൊണ്ടല്ല, പ്രത്യുത മരം കത്തിച്ച് അഗ്നി ഇറക്കി അഭിഷേകം ചെയ്തു. അത് ജ്വലിച്ചു നിന്നു, എരിഞ്ഞു തീരുന്നില്ല. പ്രിയമുള്ള സഹോദര സഹോദരി, ഇങ്ങനെ മോശയെ തൻ്റെ ജനത്തെ നയിക്കുവാൻ വേണ്ടി ഒരു പടനായകനെ അഭിഷേകം ചെയ്യുവാൻ അന്ന് ഹോറബ് മലയിൽ ഇറക്കിയ അഗ്നി ഇവിടെ ഇറങ്ങും. ഇപ്പോൾ
ആത്മീയ അഭിഷേകമുണ്ടാകും. നമ്മൾ അല്പം പാടിക്കൊണ്ടിരുന്ന പോലെ തന്നെ കൈപ്പത്തിയുടെ അടയാളത്തിൽ കർമ്മല മലയിൽ കണ്ട ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം എലിയ പ്രവാചകൻ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർമ്മല മലയിൽ ദൈവം അഗ്നി ഇറക്കി ബലി ജ്വലിപ്പിച്ചു, അത് ദഹിപ്പിച്ചു എന്ന് മാത്രമല്ല കിടങ്ങിലൊഴിച്ച് വെള്ളവും കത്തിച്ചു, പാറയും കത്തിച്ചു, മണ്ണും കത്തിച്ചു. അങ്ങനെ വെള്ളത്തിൽ കത്തി നിൽക്കുന്ന അഗ്നി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഇരട്ടി പങ്കായി ഇറങ്ങി വരണം. ഈ എലിയ പ്രവാചകൻ ധാവനം ചെയ്ത എലീശായോട് ചോദിച്ചു, ഗിൽഗാലിൽ നിന്ന് പോന്നു, ബഥേലിൽ നിന്ന് പോന്നു, ജെറീക്കോയിൽ നിന്ന് പോന്നു, ഇനിയും യോർദാൻ കിടക്കുമ്പോൾ എലിയ ചോദിച്ചു എലീശയോട്, എന്തേ നീ എൻ്റെ പുറകെ ഇങ്ങനെ മുട്ടി നടക്കുന്നു? എലീശ പറഞ്ഞു, ഐ ക്ലെയിം ദ ഡബിൾ മെഷർ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വിത്തിൻ യു. നിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. പ്രിയമുള്ള സഹോദര സഹോദരി, ഈ 5 നാളുകളിൽ പോപ്പുലർ മിഷൻ ധ്യാനത്തെ സംബന്ധിച്ച് വചന പെരുമഴ വാരിക്കൊരിയ ഈ വചന ഭൂമിയിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എലീശയെ പോലെ പറയണം, ഇരട്ടി പങ്ക് എനിക്ക് വേണം. ആത്മാവിന് ഇരട്ടി പങ്ക്, അതിടിച്ചിറങ്ങി വന്നു കഴിഞ്ഞാൽ ഇരട്ടി ശക്തി. എലിയ പ്രവാചകൻ 16 അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവെങ്കിൽ എലീശ പ്രവാചകൻ 32 അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. മരണശേഷവും മരിച്ചവനെ ഉയർപ്പിക്കുവാനുള്ള ശക്തി എലീശയുടെ അസ്ഥിയിലുണ്ടായിരുന്നു, അവന്റെ കല്ലറിയിലുണ്ടായിരുന്നുവെന്ന് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ നിമിഷത്തിൽ സഹോദര സഹോദരി, ആത്മാവിന് ഇരട്ടിപ്പങ്ക് നിങ്ങൾ പേർ വന്നിറങ്ങുവാൻ വേണ്ടിയിട്ട് അപ്പസ്തോലന്മാരും അമ്മകന്യകയും അന്ന് മേൽമുറിയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയ കൊടുങ്കാറ്റായി വന്നു. ഇരുന്നിരുന്ന പ്രദേശം മുഴുവനും നിറഞ്ഞു. കമ്മ്യൂണിറ്റേറിയൻ അനോയിന്റിങ് ഓരോരുത്തരിലും വന്ന് നിറഞ്ഞു. ഇൻഡിവിജ്വൽ അനോയിന്റിങ്. ഈ ആത്മാവിന്റെ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരും. മരിച്ചവ ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ശക്തി, അന്ധകാര ശക്തിയെ കീഴ്പ്പെടുത്തുവാനുള്ള ശക്തി. എസെക്കിയേൽ പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞില്ലേ, ആ താഴ്വരയിലേക്ക് നോക്കുക, ആയിരക്കണക്കിന് മനുഷ്യര് യുഗയുഗങ്ങളായി മരിച്ചവിടെ അസ്ഥിപഞ്ജരങ്ങൾ അവിടെ കിടക്കുന്നു. മനുഷ്യപുത്ര, ഈ അസ്ഥിപഞ്ജരങ്ങൾ പ്രാണനുണ്ടാകുമോ? പ്രവാചകൻ പറഞ്ഞു, കർത്താവേ അങ്ങ് കൽപ്പിച്ചാൽ. ശ്രദ്ധിക്കപ്പെടുന്നവരെ, അപ്പോൾ ദൈവം പറഞ്ഞു, നീ കൽപ്പിക്കുക, ഇനി മുതൽ നീ കൽപ്പിക്കുക. ഈ ധ്യാനം ഒഴിഞ്ഞു പോകുമ്പോൾ ആത്മാവിന്റെ ശക്തി നീ പ്രാപിക്കണം. ആത്മാവിന്റെ ശക്തിയിൽ നീ കൽപ്പിക്കണം. അടിമകളല്ല ഇനി മുതൽ ഉടമകളാണ് നിങ്ങൾ ഓരോരുത്തരും. പ്രവാചകൻ ഉണങ്ങി വരണ്ട് കിടക്കുന്ന അസ്ഥി പഞ്ചരക്ക് മുകളിലേക്ക് കൈ നീട്ടിപ്പിടിച്ച് പറഞ്ഞു, ഉലർന്ന എലുമ്പുകളെ ഉയിരാകവോ. ഉണങ്ങി വരണ്ട അസ്ഥി പഞ്ചരങ്ങൾ വാരിക്കൂട്ടി പെയ്ത ഓടിക്കൂടുന്നു. അത് ശരീരത്തിന്റെ അസ്ഥികളുടെ രൂപത്തിലേക്ക് ഇതാ ഒരുമിച്ച് ചേരുന്നു. വലിയ സൈന്യം പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു. ദൈവം വീണ്ടും പറഞ്ഞു, മനുഷ്യപുത്ര, ഇവർക്ക് പ്രാണനുണ്ടാകട്ടെ. നീ കൽപ്പിക്കുക. സഹോദര സഹോദരി, നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഉണങ്ങി വരണ്ട് പോയി പ്രതീക്ഷകൾ പ്രത്യാശകൾ ജീവിതത്തിൽ നിന്ന് വിചാരിച്ചാൽ ഇന്നിവിടെ വെച്ച് നീ കൽപ്പിക്കുക. വീണ്ടും പറയുക, ആത്മാവേ വീശി അടിക്ക് ഇറങ്ങി വരിക. വചനം പറയുന്നു, ഒരു കാറ്റ് വീശി. ഈ കാറ്റ് വീശിയപ്പോൾ ഈ അസ്ഥികളിൽ പ്രാണൻ പ്രവേശിച്ചു. സഹോദര സഹോദരി, ഈ സമയത്ത് അപ്പസ്തോലന്മാർ വന്ന അമ്മകനിക ആത്മാവിനെ സ്വീകരിച്ച് പോയപ്പോൾ എലീശയുടെ മേലും യോഹന്നാൻ സ്നാപകന്റെ മേൽ ആത്മാവ് നിറഞ്ഞതുപോലെ ആത്മാവിന്റെ സംവാഹകരായി തീരണം ഈശോയുടെ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ. ഈ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ ആദ്യത്തെ യൂക്കറിസ്റ്റ് പ്രൊസഷൻ പരിശുദ്ധ കന്യാമറി യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് യൂദയുടെ മലമ്പ്രദേശങ്ങൾ തിടുക്കത്തിൽ അവൾ യാത്ര പുറപ്പെട്ടു പോയി. അവിടെ എലീശോയുടെ വീട്ടിൽ ചെന്നു, അഭിവാദനം ചെയ്തു. എലീശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഇങ്ങനെ നിങ്ങൾ സ്വീകരിക്കുന്ന ആത്മാവിനെ കൊടുക്കുന്നവരായി മാറുന്ന, ആത്മാഭിഷേകം നിറയുന്നവരായി മാറുന്ന ഈ നിമിഷത്തിൽ നമ്മളിതാ വലിയ ദാഹത്തോടുകൂടി ഉടൻ തന്നെ ദിവ്യകാരുണ്യ പ്രദക്ഷിണയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി നിങ്ങളിൽ ഓരോരുത്തരും, ഓരോ വ്യക്തികളിലും, കുടുംബങ്ങളിലും, നമ്മുടെ ഇടവകയിലും ഈ പ്രദേശം മുഴുവനും വ്യാപരിക്കുവാൻ വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുക, തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക.
ലൂക്കാസ് വിശേഷം 4:16 മുതൽ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കാണുന്നില്ലേ, അവൻ പുസ്തകം വായിച്ചപ്പോൾ ഇപ്രകാരം കണ്ടു. ധ്യാനം തുടങ്ങിയപ്പോൾ നമ്മൾ വായിച്ച ഭാഗവും അത് തന്നെയായിരുന്നു. ലൂക്ക 4:18 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അവൻ പുസ്തകം തുറന്നുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് കണ്ടു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ശക്തിയോടെ കൈയടിച്ച് എല്ലാവരും അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ. സൈന്യങ്ങൾ കർത്താവേ, ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. ആരാധന ആരാധന തിരുവോസ്തിരൂപന് ആരാധന. ആരാധന ആരാധന തിരുവോസ്തിരൂപന് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ദിവ്യ. ഞാൻ പൂങ്കാവ് ഇടവക അംഗമാണ്. ധ്യാനത്തെ സംബന്ധിച്ച് വളരെ നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്ക് ഈ ധ്യാനത്തിലൂടെ, പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ലഭിച്ചത്. ഇതിനു മുമ്പും ഈ ധ്യാനം ഞാൻ ഈ ഇടവകയിൽ നിന്ന് തന്നെ കൂടിയിട്ടുള്ളതാണ്. 6-ലോ 7-ലോ പഠിക്കുന്ന സമയത്താണ് ഇവിടെ ഈ ധ്യാനം ഇതിനു മുമ്പ് ഇവിടെ കണ്ടക്ട് ചെയ്തത്. അതിൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ധ്യാനം മുഴുവനായിട്ടും പങ്കെടുത്തത്. നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ പറഞ്ഞ് മാപ്പ് ചോദിച്ച് കാൽക്കൽ വീഴുകയും അപ്പനും അമ്മയ്ക്കും ഉമ്മ കൊടുത്ത് അങ്ങനെയാണ് ആ ശുശ്രൂഷ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു അത്. അതുകൊണ്ടാണ് എനിക്കത് സ്ട്രൈക്ക് ചെയ്യാനായിട്ട് കാരണം. ഇങ്ങനൊരു ധ്യാനം നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് സഹായിച്ച നമ്മുടെ വികാരി അച്ഛനും കൊച്ചച്ഛന്മാർക്കും ധ്യാനം എടുത്തു തന്ന എല്ലാ വൈദികർക്കും ശുശ്രൂഷകർക്കും ഇടവകയുടെ പേരിലും ഞങ്ങൾ യുവജനങ്ങളുടെ പേരിലുമുള്ള സ്നേഹപൂർവ്വമുള്ള നന്ദി അറിയിച്ചോളാം. എൻ്റെ പേര് അലൻ. ഞാൻ പൂങ്കാവ് ഇടവക അംഗമാണ്. പോപ്പുലർ മിഷൻ ധ്യാനത്തിന് എല്ലാ ദിവസവും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. എനിക്ക് പോപ്പുലർ മിഷൻ ധ്യാനത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നിയത് കുമ്പസാരത്തിൻ്റെ ആ ദിവസങ്ങളിലായിരുന്നു. അന്ന് മനസ്സ് തുറന്ന് കുമ്പസാരിക്കാനും നമ്മുടെ പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഒരു നല്ല വിശുദ്ധിയേറിയ ദിവസങ്ങളിലൂടെ കടന്നുപോയ പോലെ തോന്നി. അച്ഛൻ പറഞ്ഞ എല്ലാ ക്ലാസ്സുകളും എനിക്ക് വളരെ പ്രിയപ്പെട്ടതായി തോന്നി. അതിനകത്ത് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കുടുംബമായിട്ട് കൂടുതലായിട്ട് ചേർന്ന് നിൽക്കണമെന്നും തോന്നി. പിന്നെ ഇവിടെ ഈ ധ്യാനം ഞങ്ങൾക്ക് നടത്തി തന്ന അച്ഛനും വികാരി അച്ഛനും കൊച്ചച്ഛനും ബാക്കിയുള്ള എല്ലാ ഇതിൻ്റെ പ്രതിനിധികൾക്കും ഞാൻ നന്ദി പറയുന്നു. ധ്യാനം നടത്തിയ എല്ലാ അച്ഛന്മാർക്കും ശുശ്രൂഷകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു.